നമസ്കാരം. ഇന്ന് കാർ എന്നത് വെറും ഒരു യാത്രാോപാധിയല്ല, അതൊരു സാധാരണക്കാരന്റെ അന്തസ്സും ആവശ്യവുമാണ്. എന്നാൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു കാർ സ്വന്തമാക്കുക എന്നത് രാജാക്കന്മാർക്കും കോടീശ്വരന്മാർക്കും മാത്രം സാധിക്കുന്ന ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണ്ട് കാറുകൾ നിർമ്മിച്ചിരുന്നത് ഓരോന്നായി കൈകൊണ്ടായിരുന്നു. മാസങ്ങളോളം എടുത്തിരുന്ന ഒരു കാർ നിർമ്മിച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെ അതിന്റെ വില എന്ന് പറയുന്നത് അതിഭീകരമായി. എന്നാൽ മിഷിഗണിലെ ഒരു ഫാമിൽ ജനിച്ച് യന്ത്രങ്ങളോട് കൂട്ടുപിടിച്ച് വളർന്ന ഒരു മനുഷ്യൻ ഈ രീതിയെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. പേര് ഹെൻറി ഫോർഡ്. എനിക്ക് കുതിരകളില്ലാത്ത വണ്ടികൾ ഉണ്ടാക്കണം, അത് എന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന പണിക്കാരന് പോലും വാങ്ങാൻ കഴിയുന്ന വിലയിലായിരിക്കണം. ഇതായിരുന്നു ഫോർഡിന്റെ ലക്ഷ്യം. ഈ വാചകം കേട്ട അന്ന് ലോകം അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ ഫോർഡ് കൊണ്ടുവന്ന വിപ്ലവം മറിച്ചൊന്നായിരുന്നു. അദ്ദേഹം അസംബ്ലി ലൈൻ എന്ന വിദ്യ കണ്ടുപിടിച്ചു. കാർ നിർമ്മിക്കാൻ ആളുകൾ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം കാർ കോമ്പണൻസ് ഒരു ബെൽറ്റിലൂടെ നീങ്ങുകയും ഓരോ തൊഴിലാളിയും നിശ്ചിത ജോലി മാത്രം ചെയ്യുകയും ചെയ്യുന്ന രീതി. 1908 അദ്ദേഹം മോഡൽ ടി എന്ന വാഹനം പുറത്തിറക്കി. തുടക്കത്തിൽ $825 വിലയുണ്ടായിരുന്ന ഈ കാർ അസംബ്ലി ലൈൻ വന്നതോടെ വെറും $260 താഴ്ന്നു. അതായത് ഒരു സാധാരണക്കാരന്റെ ഏതാനും മാസത്തെ ശമ്പളം കൊണ്ട് ഒരു കാർ വാങ്ങാം. ലോകം ചക്രങ്ങളിലേക്ക് മാറിയത് അവിടെ നിന്നാണ്. കുതിരവണ്ടികൾ അപ്രത്യക്ഷമായി, റോഡുകൾ പണിയപ്പെട്ടു, ദൂരങ്ങൾ കുറഞ്ഞു. ഫോർഡ് അന്ന് ആ റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ കാർ ഇന്നും സാധാരണക്കാരന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു അത്യാഡംബരമായി തുടർന്നേനെ. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ കാര്യമല്ല, അത് സാധാരണക്കാരന്റെ കയ്യിലെത്തുമ്പോഴാണ് അതൊരു വിപ്ലവമായി മാറുന്നത്. ഹെൻറി ഫോർഡ് ചെയ്തത് അതായിരുന്നു. അദ്ദേഹം കാർ മാത്രമല്ല നിർമ്മിച്ചത്, സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് വേഗത നൽകുകയായിരുന്നു. ഇതാണ് ഇന്നത്തെ കഥ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നമസ്കാരം.